ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയായ മഹാരാജയുടെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ഈ പടത്തിന്റെ ഡയറക്ടർ നിതിലൻ സ്വാമിനാഥൻ. ഇവർ ഇതിനു മുമ്പേ കൊരങ്ങു മുംബൈ എന്നൊരു സൂപ്പർ മൂവി ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ കഥയെഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. ഈ പടത്തിൽ വിജയ് സേതുപതിയുടെ കൂടെ അനുരാഗ് കശ്യപ് നെഗറ്റീവ് റോളിലും, മമത മോഹൻദാസ് ഒരു PT ടീച്ചറായും, നടരാജൻ സുബ്രഹ്മണ്യൻ ഒരു പോലീസ് ഓഫീസറായും, കൂടെ അഭിരാമി, ദിവ്യ ഭാരതി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ വിജയ് സേതുപതിക്ക് ഇന്റർവെല്ലിന് മുന്നേ വരെ ഒരു സോഫ്റ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതിനുശേഷം ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും വിജയ് സേതുപതിക്ക്. അത് തന്നെയാണ് ഈ പടത്തിന്റെ വലിയൊരു ട്വിസ്റ്റും. പടത്തിന്റെ കഥ എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം കഥ എവിടെയോ സ്റ്റാർട്ടായി എവിടെയോ അവസാനിക്കുന്ന പോലെയാണ് തോന്നിയത്. നമ്മൾ ട്രെയിലർ കണ്ടതുപോലെ ലക്ഷ്മി സാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡസ്റ്റ്ബിനെ കാണിക്കുന്നുണ്ട്. ആ ഡസ്റ്റ്ബിനെ ചുറ്റിപ്പറ്റിയായിരിക്കും കഥ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ തിയേറ്ററിൽ പോയിട്ടുണ്ടാവുക. പക്ഷേ അവിടെയാണ് ഡയറക്ടറുടെ ബ്രില്യൻറ്റ്. പടത്തിൽ ഒരുപാട് ട്വിസ്റ്റ് ഉള്ളത് കൊണ്ട് എവിടെയും ലാഗ് ഇല്ലാതെ സ്പീഡായിട്ട് പടം മൂവ് ചെയ്യുന്നുണ്ട്. പടത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 2.5 മണിക്കൂറാണ്. അതിൽ തന്നെ ഈ ക്യാരക്ടർ ആരാണ്, ഈ ക്യാരക്ടർ എന്ത് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലേക്ക് വരും. അങ്ങനെ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് വിവരിച്ചു തരുമ്പോൾ ആ ഡയറക്ടറിന് നല്ലൊരു കയ്യടി കൊടുക്കാൻ നമുക്ക് തോന്നിപ്പോകും. പോലീസ് ഓഫീസറായി അഭിനയിച്ച ഇദ്ദേഹത്തിന് പടത്തിൽ ഒരു ക്ലാപ്പിംഗ് മൊമെന്റ് ഉണ്ടാവും. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. പടം തുടങ്ങുമ്പോൾ വിജയ് സേതുപതി എല്ലാ പോലീസ് ഓഫീസറുടെ അടുത്തുനിന്നും മറ്റുള്ളവരുടെ അടുത്തുനിന്നും അടി വാങ്ങിയിട്ടാണ് ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും 50ാമത്തെ സിനിമയിൽ വിജയ് സേതുപതി എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തതെന്ന്. പക്ഷേ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് വിജയ് സേതുപതിയുള്ള ശരിക്കുള്ള മാസ് നമുക്ക് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല മൂവി തന്നെയാണ് മഹാരാജ. പക്ഷെ ഒരുപാട് വയലൻസ് സീനുകൾ സിനിമയിലുണ്ട്. അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർക്കോ കുട്ടികൾക്കോ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നിരാശപ്പെടുത്തില്ല ഈ പടം. ഇതിലെ ട്വിസ്റ്റുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ക്ലൈമാക്സിന് മുമ്പ് വരെ ഇന്റർവ്യൂ വരെ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുപോകും. അതിനിടയിൽ വേറൊരു സ്റ്റോറി പോകുന്നുണ്ടാകും. അങ്ങനെ 2-3 സ്റ്റോറികൾ ഒരേ സമയത്ത് പോകുന്നുണ്ടാകും. ഇതെല്ലാം കൂടി ക്ലൈമാക്സിൽ യോജിപ്പിച്ച് തീർക്കുന്നതാണ് ഡയറക്ടറുടെ ബ്രില്യൻറ്റ്. പടത്തിൽ മമത മോഹൻദാസ് ഒരു ഹീറോ എന്നല്ല, ഒരു സാധാരണ PT ടീച്ചറായിട്ടാണ് മമത മോഹൻദാസ് വന്നിട്ടുള്ളത്. അത് വിജയ് സേതുപതിയുടെ മകൾക്ക് ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് മാത്രമാണ് മമത മോഹൻദാസ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നീട് ദിവ്യ ഭാരതി വിജയ് സേതുപതിയുടെ വൈഫായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പടത്തിൽ ഒരു 5 നിമിഷം മാത്രമേ ദിവ്യ ഭാരതി ഉണ്ടായിട്ടുള്ളൂ. ആകെ മൊത്തം ഹീറോയിനും ഒന്നുമില്ലാതെ വിജയ് സേതുപതിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു മഹാരാജ. ഇതുവരെ തമിഴ് സിനിമയിൽ കോമഡി ക്യാരക്ടർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സിംഗംപുലി ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് അറിയുമ്പോൾ അയ്യോ ഇതാണോ നീ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇതുവരെ കണ്ട പടങ്ങളിൽ നമുക്ക് ഹീറോയിനോടാണ് ഒരു സോഫ്റ്റ് കോർണറും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകുക. പക്ഷെ ഈ പടത്തിൽ ക്ലൈമാക്സ് കഴിയുമ്പോൾ നമുക്ക് വില്ലനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകും. അങ്ങനെയാണ് ഈ പടത്തിന്റെ ക്ലൈമാക്സ് ഡയറക്ടർ ഒരുക്കിയിരിക്കുന്നത്. പടത്തിന്റെ കഥയായിക്കോട്ടെ തിരക്കഥ ആയിക്കോട്ടെ എല്ലാവരുടെയും ആക്ടിങ്ങും പ്രത്യേകിച്ച് വിജയ് സേതുപതിയുടെ ദി ബെസ്റ്റ് ആയിരുന്നു. ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ അജനീഷ് B ലോക്നാഥ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് കൊടുത്തിരുന്നു. പടത്തിലെ നെഗറ്റീവ് പറയാൻ അത്രയധികം ഒന്നുമില്ല. ആകെ തോന്നിയത് മമത മോഹൻദാസ് എന്തിനായിരുന്നു ഈ പടത്തിൽ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 2 ഫീമെയിൽ ക്യാരക്ടറിനും ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മമതയ്ക്ക് അത്രയധികം ഇമ്പോർട്ടന്റ് റോള് ഒന്നുമല്ലായിരുന്നു. അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യേണ്ട റോൾ മാത്രമേ മമതക്ക് ഉണ്ടായിരുന്നുള്ളൂ. പടത്തിന്റെ കഥ പുതിയതാണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു സാധാരണ കഥ ഒരു പുതിയ മെത്തേഡിൽ ചെയ്തായിരുന്നു. അതായത് ഒരു സാധാരണ കഥയെ തിരക്കഥ കൊണ്ട് മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഈ കഥ നമ്മൾ എവിടെയോ കണ്ടതും കേട്ടതുമാണല്ലോ. പക്ഷേ സിനിമ കാണുമ്പോൾ ഒരു പുതിയ ഫീലിംഗ് തരികയും ചെയ്യും. ഈ കാര്യത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് എഡിറ്റിംഗ് ചെയ്ത ഫിലോമിൻ രാജ് തന്നെയാണ്. സ്റ്റോറി ലൈനിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എഡിറ്റിംഗ് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ ഫിലോമിൻ രാജിന് സാധിച്ചിട്ടുണ്ട്. ആകെ മൊത്തം കുറെ കാലത്തിന് ശേഷം തമിഴ് സിനിമയിൽ ഇറങ്ങിയ ഒരു സൂപ്പർ ഡൂപ്പർ മൂവി തന്നെയാണ് മഹാരാജ. ഇനിയും കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് കാണേണ്ട പടം തന്നെയാണ് മഹാരാജ. അപ്പോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.